ഹിസ്റ്ററി ഓണേഴ്സ് നമ്മൾ ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് എന്നതിലെ ചാപ്റ്റർ 1 ഒരു ചോദ്യം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ ദ ടേം ഹോളോസൈൻ പീരീഡ്, ഹോളോസൈൻ എപ്പോക്കിനെ കുറിച്ച്. അതായത് ഈ ഭൂമിയുടെ കാലഘട്ടങ്ങൾ, ഓരോ കാലഘട്ടങ്ങൾ തിരിച്ച് പറയുമ്പോൾ മനുഷ്യനുള്ള ഈ കാലഘട്ടത്തെ ഹോളോസൈൻ എപ്പോക്ക് എന്നാ പറയുക. ദ ഹോളോസൈൻ എപ്പോക്ക് ഈസ് ദ കറന്റ് പീരീഡ് ഓഫ് ജിയോളജിക് ടേം. അപ്പോൾ ജിയോളജിക് സമയം വെച്ച് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഹോളോസൈൻ എപ്പോക്കിലാണെന്ന് പറയാം. അനദർ ടേം ദാറ്റ് ഈസ് സംടൈംസ് യൂസ്ഡ് ഈസ് ദ ആന്ത്രോപോസൈൻ എപ്പോക്ക്. ഇതിന് മറ്റൊരു പേരും പറയാറുണ്ട് ചിലപ്പോഴൊക്കെ, ആന്ത്രോപോസൈൻ എപ്പോക്ക്. എന്തുകൊണ്ടാണ്? ആന്ത്രപ്പോ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, മാൻ ആണ് അല്ലെ. സോ ബിക്കോസ് ഇറ്റ്സ് എ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഈസ്, കാരണം ഈ എപ്പോക്കിന്റെ പ്രമുഖ സവിശേഷത എന്ന് പറയുന്നത് ഇസ് ദ ഗ്ലോബൽ ചേഞ്ചസ് കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ഭൂമി എന്ന ഗ്രഹത്തില് ആകമാനമുണ്ടായ ആഗോള മാറ്റങ്ങൾ, അതാണ് ഇതിലെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ എടുത്തു പറയത്തക്ക പ്രത്യേകത. അതുകൊണ്ട് ഹോളോസൈൻ എപ്പോക്കിനെ നമുക്ക് പറയാം, ഈ കറന്റ് പീരീഡിന് നമുക്ക് പറയാം എന്തോന്നോ ആന്ത്രോപോസൈൻ എപ്പോക്ക് എന്നും പറയാം. ദിസ് ടൈം ക്യാൻ ബി മിസ്ലീഡിങ്. പക്ഷേ ഈ പേര് കേൾക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ തോന്നാം, മിസ്ലീഡിംഗ് ആയി തോന്നാം. കാരണം ദോ മോഡേൺ ഹ്യൂമൻസ് വർ ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ലോങ് ബിഫോർ ദ എപ്പോക്ക് ബിഗാൻ. ആധുനിക മനുഷ്യര് ഈ എപ്പോക്ക് തുടങ്ങുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഈ ഹോളോസൈൻ എപ്പോക്ക് തുടങ്ങിയപ്പോൾ മനുഷ്യന്റെ ജീവിതം തുടങ്ങിയതല്ല, അതിനു മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു. ഹോളോസൈൻ എപ്പോക്ക് ബിഗാൻ 12,000 to 11,500 years ago. 12,000 11,500 ഇടയിൽ വർഷങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ എപ്പോഴോ ആണ് ഹോളോസൈൻ എപ്പോക്ക് തുടങ്ങുന്നത്. അറ്റ് ദ ക്ലോസ് ഓഫ് ദ പാലിയോലിത്തിക് ഐസ് ഏജ്, പാലിയോലിത്തിക് ഐസ് ഏജിന്റെ അവസാനത്തോട് അടുക്കുന്ന കാലഘട്ടത്തിൽ. ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ടുഡേ, അതിന്നും തുടരുകയുമാണ്. പാലിയോലിത്തിക് ഐസ് ഏജ് നമുക്കറിയാം, ഹിമയുഗത്തിന്റെ അവസാനത്തിലാണ്, അപ്പോഴൊക്കെ മനുഷ്യനുണ്ടായിരുന്നു. ഇനി ആസ് എർത്ത് എൻറ്റേർഡ് എ വാർമിംഗ് ട്രെൻഡ്, ഭൂമി ചൂട് പിടിച്ചു തുടങ്ങിയിരുന്നു. ഭൂമി വല്ലാത്ത തണുപ്പിലാണ്ട് പോയിരുന്നു. ഭൂമി മുഴുവനും മഞ്ഞ് മൂടപ്പെട്ട് കിടന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഭൂമി സാവകാശം ചൂട് പിടിച്ചു തുടങ്ങി. ആ ചൂട് പിടിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് മനുഷ്യന്റെ സജീവത ഉണ്ടാകുന്നത്. ദ ഗ്ലേഷ്യേഴ്സ് ഓഫ് ദ ലേറ്റ് പാലിയോലിത്തിക് റിട്രീറ്റഡ്. പാലിയോലിത്തിക്കിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ വലിയ ഹിമപാതത്തിന്റെ ഹിമാനികളും പാളികളും, വലിയ മഞ്ഞ് പാളികളും പിൻവാങ്ങി. റിട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ പിൻവാങ്ങി, അതൊക്കെ ഉരുകൊലിച്ച് ഇല്ലാതായി ചൂട് കൂടുന്നതിനനുസരിച്ച്. ആൻഡ് തുന്ദ്ര ഗേവ് വേ ടു ഫോറസ്റ്റ്. തുന്ദ്ര റീജിയൻ അഥവാ തണുപ്പാർന്ന ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭൂമിയൊക്കെ വനമായി മാറാൻ തുടങ്ങി. ആസ് എ ക്ലൈമറ്റ് ചേഞ്ച് ദ വെരി ലാർജ് മാമൽസ് ദാറ്റ് ഹാഡ് അഡാപ്റ്റഡ് ടു എക്സ്ട്രീം കോൾഡ്, കടുത്ത തണുപ്പിനോട് ഇണങ്ങിച്ചേരാൻ പ്രാപ്തിയുള്ള വലിയ മാമലുകളുണ്ടല്ലോ, മാമൂത്തുകളെ പോലെ, ലൈക്ക് മാമൂത്ത് ആൻഡ് വൂളി റൈനോസേഴ്സ്. മാമൂത്തിനെയും അതുപോലെ തന്നെ രോമക്കുപ്പായക്കാരായ റൈനോസറുകളെയും പോലുള്ള ജീവികൾ അവ അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടം അവസാനിക്കുകയാണ്. അവ നാമാവശേഷമായി. ദേ ബിക്കെയിം എക്സ്റ്റിങ്ക്റ്റ്, അത് നാമാവശേഷമായി. ഹ്യൂമൻസ് വൺസ് ഡിപ്പെൻഡന്റ് ഓൺ ദീസ് മെഗാ മാമൽസ്. മനുഷ്യര് ഒരിക്കൽ ഈ മെഗാ മാമലുകളെ, ഈ വലിയ ബൃഹത്തായ മാമലുകളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്നവരാണ്. ഫോർ മച്ച് ഓഫ് ദർ ഫുഡ്, അവരുടെ ഭക്ഷണത്തിന്റെ ഏറിയ ഭാഗത്തിന് സ്വിച്ച്ഡ് ടു സ്മോളർ ഗെയിം, അവര് ചെറിയ രീതിയിലേക്ക്, ചെറിയ കാര്യങ്ങളിലേക്ക് മാറി. ആൻഡ് ഇൻക്രീസ്ഡ് ദർ ഗ്യാതറിംഗ് ഓഫ്, വലിയ ഭീകര മൃഗങ്ങളെ വേട്ടയാടേണ്ട ആവശ്യം മാറിയിട്ട് അവർ ചെറിയ മൃഗങ്ങളെ വേട്ടയാടിയോ, അല്ലെങ്കിൽ അത്രയും കായികാധ്വാനം ഇല്ലാത്ത തരത്തിലുള്ള ഭക്ഷണ ശേഖരണ രീതി, അതാണ് സ്മോളർ ഗെയിമിലേക്ക് അവർ സ്വിച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ, മാറി എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇൻക്രീസ്ഡ് ദർ ഗ്യാതറിംഗ് ഓഫ് പ്ലാന്റ് മെറ്റീരിയൽസ്, ചെടിയുടെ പഴങ്ങൾ പറിച്ചെടുക്കുക, വേരിലെ കിഴങ്ങുകൾ പറിച്ചെടുക്കുക, എന്നിട്ട് അവരുടെ ഭക്ഷണത്തിന്റെ ആ പോരായ്മ സപ്ലിമെന്റ് ചെയ്ത്, ടു സപ്ലിമെന്റ് ദെയർ ഡയറ്റ്, അങ്ങനെ അവരുടെ ഭക്ഷണത്തെ അവർ അങ്ങനെ ക്രമീകരിച്ചു. എവിഡൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അബൌട്ട് 10,800 years ago, തെളിവുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് 10,800 വർഷങ്ങൾക്ക് മുൻപ് ദ ക്ലൈമറ്റ് അണ്ടർവെന്റ് എ ഷാർപ്പ് കോൾഡ് ടേൺ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒരു കുത്തനെയുള്ള തണുപ്പ് മാറുന്ന ഘട്ടമുണ്ടായി, ലാസ്റ്റിംഗ് ഫോർ സെവറൽ ഇയേഴ്സ്. ആ ഷാർപ്പ് കോൾഡ് ടേൺ വിധേയമായ ആ കാലഘട്ടം, അവിടെ വലിയ മഞ്ഞുപാളികൾ കൊണ്ട് ഭൂമി മൂടിക്കിടന്നിരുന്ന, ഗ്ലേഷ്യറുകൾ കൊണ്ട് മൂടിക്കിടന്ന ആ കാലഘട്ടം മഞ്ഞുരുകിത്തീരുന്നതോടെ ഇല്ലാതായി. ആ ഹിമപാളികൾ ഒരിക്കലും പിന്നീട് വരികയുണ്ടായില്ല. ദ ഗ്ലേഷ്യർസ് ഡിഡ് നോട്ട് റിട്ടേൺ, ബട്ട് ഗെയിം ആൻഡ് പ്ലാന്റ് മെറ്റീരിയൽ വുഡ് ഹാവ് ബീൻ സ്കേഴ്സ്. പക്ഷേ
ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ദുർലഭമാകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ഇര തേടാനായിട്ടുള്ള ജീവജാലങ്ങളുടെ എണ്ണവും കുറയുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നുണ്ട്. ആസ് ദ ടെമ്പറേച്ചർ ബിഗാൻ ടു റീബൗണ്ട്, നോക്കുക, താപനില, ഭൂമിയുടെ താപനില പിന്നെയും ഉയരുന്ന ഘട്ടത്തിൽ ഹ്യൂമൻ പോപ്പുലേഷൻ ബിഗാൻ ടു ഇൻക്രീസ്, മനുഷ്യന്റെ ജനസംഖ്യ വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നു. ആൻഡ് വി ബിഗാൻ ഇൻവെന്റിംഗ് ദ പ്രോസസ് ദാറ്റ് വുഡ് ചേഞ്ച് ദ പ്ലാനറ്റ് ഫോർ എവർ. അങ്ങനെ ആ പ്രോസസ്സിനിടയിൽ നമ്മൾ ഒരു കാര്യം വീണ്ടും കണ്ടെത്തി, അതായത് that would change the planet forever. അത് ഈ ഭൂമി എന്ന ഗ്രഹത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു പ്രോസസ്സിനാണ് ഈ ചൂട് കാരണമായത്. Agriculture is one of the primary ways in which human activity has impacted the planet. ഈ ഭൂമി എന്ന ഗ്രഹത്തെ വലിയ തോതിൽ സ്വാധീനിച്ച, പ്രത്യാഘാതം സൃഷ്ടിച്ച ഒരു മനുഷ്യ പ്രവർത്തനം കൃഷി തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ മനുഷ്യന്റെ വേട്ടയാടി, വലിയ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്ന ശീലമൊക്കെ നിർത്തി അവൻ ഭക്ഷണ ശേഖരണത്തിന് പുതിയ വഴികൾ തേടുകയായിരുന്നു. കൃഷിയുടെ ആരംഭമാണ്. By 8000 BC, the cultivation by 8000 BC, the cultivation of wheat, barley and other plants had spread from its origins in the Fertile Crescent through much of the Indo-European world. അതായത് അവ ഇൻഡോ-യൂറോപ്യൻ ലോകത്ത് നിന്ന് ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്ന ഒരുപക്ഷെ ജോർദാൻ നദിയുടെ ആ പരിസര പ്രദേശങ്ങളിലാണ് ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കലാകൃതിയിലുള്ള പ്രദേശം. അവിടെയാണ് മനുഷ്യൻ ആദ്യമായി കൃഷി ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. 8000 BC കൾട്ടിവേഷൻ ഓഫ് വീറ്റ്, ഗോതമ്പും ബാർലിയുമാണ് അവിടെ കൃഷി ചെയ്തത്. വേറെ മറ്റു പല ചെടികളുണ്ടായിരുന്നു. ആൻഡ് അതർ പ്ലാനറ്റ്സ് ഹാഡ് സ്പ്രെഡ് ഫ്രം ഇറ്റ്സ് ഒറിജിൻസ് ഇൻ ദ ഫെർട്ടൈൽ ക്രസന്റ് ത്രൂ മച്ച് ഓഫ് ദ ഇൻഡോ-യൂറോപ്യൻ വേൾഡ്. ഇനി അപ്പൊ ഇവയൊക്കെ ഭൂരിഭാഗവും ഇൻഡോ-യൂറോപ്യൻ ലോകത്ത് വ്യാപിച്ചു കിടന്ന ഒരുപാട് ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു എന്നർത്ഥം ഈ ഫെർട്ടൈൽ ക്രസന്റ് ഒക്കെ. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ഷീപ്പ്, ആടുകളെ ഇണക്കി വളർത്താൻ തുടങ്ങി, ചെമ്മരിയാടുകളെയും സാധാരണ ആടുകളെയും, ഷീപ്പിനെയും ഗോട്ടിനെയും. ആൻഡ് കാറ്റിൽ ബിഗാൻ അറ്റ് അബൌട്ട് ദ സെയിം ടൈം. ഇതൊക്കെ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് നടന്നത്. ഇൻ സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും ദ മോസ്റ്റ് കോമൺലി ഡൊമസ്റ്റിക്കേറ്റഡ് പ്ലാന്റ്സ് വർ മെയ്സ്, ബോട്ടിൽ ഗോർഡ്, സ്ക്വാഷ് ആൻഡ് ബീൻസ്. ഓക്കെ, ചോളം, അതുപോലെ തന്നെ ചുരക്ക, ബീൻസ് തുടങ്ങിയ ചെടികൾ കൃഷി ചെയ്തു. ഫാമിംഗ് സീംസ് ടു ഹാവ് സ്റ്റാർട്ടഡ് ഓൺലി അറ്റ് എ ലേറ്റർ സ്റ്റേജ് ഇൻ ഏഷ്യ. പക്ഷെ അപ്പോഴും ഈ സൗത്ത് അമേരിക്കയിലും സെൻട്രൽ അമേരിക്കയിലും ഒക്കെ കൃഷി തുടങ്ങുമ്പോഴും ഫെർട്ടൈൽ ക്രസന്റിൽ കൃഷി ആരംഭിച്ചു. പിന്നീട് സൗത്ത് അമേരിക്കയിലും സെൻട്രൽ അമേരിക്കയിലും കൃഷി ആരംഭിച്ചപ്പോഴും ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ കൃഷി ആരംഭിച്ചിരുന്നില്ല. ഫാമിംഗ് സീംസ് ടു ഹാവ് സ്റ്റാർട്ടഡ് ഓൺലി അറ്റ് എ ലേറ്റർ സ്റ്റേജ് ഇൻ ഏഷ്യ. ഏഷ്യയിൽ അത് വൈകി മാത്രമാണ് തുടങ്ങിയത് എന്ന് പറയേണ്ടി വരും. കറന്റ് എവിഡൻസ് സജസ്റ്റ് ദാറ്റ്, ഇപ്പോൾ നമുക്ക് ലഭ്യമായ തെളിവ് സൂചിപ്പിക്കുന്നത് അതായത് ഇങ്ങനെയാണ്, ദാറ്റ് ഇറ്റ് മേ ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ചൈന ബൈ ട്രേഡ് വിത്ത് ഇൻഡോ-യൂറോപ്യൻ ട്രൈബ്സ്. ഇൻഡോ-യൂറോപ്യൻ ട്രൈബുകാര് ചൈനയിൽ വ്യാപാരത്തിന് പോയപ്പോൾ അത് ചൈനയിലേക്കാണ് നേരിട്ടങ്ങ് വ്യാപിപ്പിച്ചതെന്ന് കൃഷി. ഓൾദോ ഇറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ എ കോമൺ ബൈ ദ ടൈം ഓഫ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഷാങ് ഡൈനാസ്റ്റി ഇൻ അബൌട്ട് 1675 BC. ഏതാണ്ട് 1675 BC ഷാങ് ഡൈനാസ്റ്റിയുടെ കാലത്ത് അത് സമാനമായ രീതിയിൽ തന്നെ ചൈനയിലും തുടങ്ങിയതായിട്ട്, കൃഷി തുടങ്ങിയതായിട്ട് രേഖകൾ പറയുന്നു. അപ്പൊ ഷാങ് ഡൈനാസ്റ്റി ഒരുപക്ഷെ ചൈനയിലെ ആദ്യത്തെ എഴുത്തുകുത്ത് രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു രാജവംശമാണ് ആദ്യത്തേത്. The Shang dynasty began around 1600 BC and lasted until 1046 BC. It was the first dynasty in Chinese history that can be verified through written and archaeological evidence. ലിഖിത രേഖകളും പുരാവസ്തു തെളിവുകളും പറയുന്നതനുസരിച്ച് ഇങ്ങനെ ഒരു ഡൈനാസ്റ്റിയാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്നാണ്. അതിനു മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അങ്ങനെ മുമ്പ് രാജവംശങ്ങൾ, ഡൈനാസ്റ്റികൾ ഉണ്ടായിരുന്നതിന്റെ കഥയൊന്നും തെളിവുകളൊന്നും എഴുത്ത് രൂപത്തിൽ ലഭ്യമല്ല. Until the advent of the agriculture and urbanization, കൃഷിയുടെയും നഗരവൽക്കരണത്തിന്റെയും ആരംഭം വരെയും the human population was largely limited. മനുഷ്യന്റെ ജനസംഖ്യ പരിമിതപ്പെട്ടു പോകുന്നു. By the same factors that limit other living organisms. ആവശ്യത്തിന് ഇരയായിട്ടുള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ കിട്ടാതിരുന്നതോ ഉണ്ടോ, അവന്റെ ജീവിതത്തിന്റെ സമയത്തിന്റെ ഏറിയ പങ്കും ഭക്ഷണം തേടി വേട്ടമൃഗങ്ങളുടെ വേട്ടയ്ക്കായിട്ട് മറ്റു മൃഗങ്ങളുടെയോ മറ്റൊക്കെ പിന്നാലെ പാഞ്ഞു പോകേണ്ടി വരുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കും. എന്തായാലും അവന് ആ കാലഘട്ടത്തിലൊക്കെ മനുഷ്യന്റെ പോപ്പുലേഷൻ വല്ലാതെ കുറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഒരു നാച്ചുറൽ ബാലൻസിലേക്ക് പോപ്പുലേഷനൊക്കെ എത്തുന്നുണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഇൻ ദ എൻവയോൺമെന്റ്, പരിമിതിപ്പെടുത്തുന്ന ഘടകങ്ങൾ, ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് തീർച്ചയായും പരിസ്ഥിതിയിലുണ്ടായിരുന്നു. മനുഷ്യന്റെ പോപ്പുലേഷൻ കൂടുന്നതിനെ തടയുന്ന ഘടകങ്ങൾ പരിസ്ഥിതിയിലുണ്ടായിരുന്നു. സച്ച് ആസ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണത്തിന്റെ ലഭ്യത, വാട്ടർ, ജലലഭ്യത, ഷെൽട്ടർ,
അതുപോലെ തന്നെ താമസ സൗകര്യത്തിന്റെ ലഭ്യത, ഇതൊക്കെ പരിമിതപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അതൊക്കെ എന്ന് നമ്മൾ ഓവർകം ചെയ്തോ അന്ന് പോപ്പുലേഷൻ ക്രമാതീതമായി കൂടുകയായിരുന്നു. അപ്പോൾ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ലൈക്ക് പ്രെഡേറ്റർ പ്രേ റേഷ്യോ, അതായത് മനുഷ്യനെ ഇരയായി തിന്നാൻ ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. അതുപോലെ തന്നെ മനുഷ്യന് കുറച്ചുകൂടി ആധിപത്യം കിട്ടി. അത് ഓവർ പ്രസൻസ് ഓഫ് പാത്തോജൻസ്, രോഗാണുക്കളുടെ എണ്ണം കുറഞ്ഞു. അതൊക്കെയാണല്ലോ മനുഷ്യന്റെ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്ന, തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ. അതൊക്കെ ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെയൊക്കെ ഓവർകം ചെയ്യാൻ മനുഷ്യൻ പഠിച്ചു. പ്രൊവൈഡ് നാച്ചുറൽ ബാലൻസ് ടു പോപ്പുലേഷൻസ്. അങ്ങനെ മനുഷ്യ ജനസംഖ്യയ്ക്ക് സ്വാഭാവികമായൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞു. A population will generally expand until it reaches the carrying capacity, the maximum number of individuals an environment can support without detrimental effects. ഒരു പോപ്പുലേഷൻ എപ്പോഴവരെയാണ് വികസിച്ച് വളർന്നു പോവുക? അത് ഒരു ഭൂമിക്കൊരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്, ജനസംഖ്യ താങ്ങാനുള്ള ശേഷി. അതിനെ എത്തുന്നത് വരെയും അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ഭൂമിക്ക് താങ്ങാൻ കഴിയുന്ന, എൻവയോൺമെന്റിന് താങ്ങാൻ കഴിയുന്ന, സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഇത് എത്തിക്കഴിഞ്ഞാലോ വിതൗട്ട് ഡെട്രിമെന്റൽ എഫക്ട്സ്, അതായത് നെഗറ്റീവ് കോൺസിക്വൻസ്, ഡാമേജ് ചെയ്യുന്ന കോൺസിക്വൻസ് ഇല്ലാതെ എത്തിക്കഴിഞ്ഞാൽ ആ ടൈമിൽ അറ്റ് വിച്ച് ഇറ്റ് വിൽ ലെവൽ, അത് അവിടെ വെച്ചിട്ട് സ്റ്റേബിൾ ആകും. ഇനിയും അതിനപ്പുറത്തേക്ക് ജനസംഖ്യ ഉയർന്നാൽ തീർച്ചയായിട്ടും വലിയ തകർച്ചയായിരിക്കും ഉണ്ടാവുക, ഒരു ക്രാഷ് ആയിരിക്കും ഉണ്ടാവുക. എന്തുവാട്ടെ, പിന്നെയും കണ്ടിന്യൂഡ് എക്സ്പാൻഷൻ പക്ഷേ തുടർന്നു ചിലപ്പോഴൊക്കെ ഇറ്റ് ബിയോണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയേക്കാൾ അപ്പുറത്തേക്ക് അത് കണ്ടിന്യൂയിങ് എക്സ്പാൻഷൻ തുടർന്നാൽ ജനറലി റിസൾട്ട്സ് ഇൻ എ ക്രാഷ്. അത് സ്വാഭാവികമായിട്ട് ഒരു വലിയ പ്രതിസന്ധിക്കും വലിയ വിസ്ഫോടനത്തിനും കാരണമാകുന്നു. റാപ്പിഡ് ഡിക്ലൈൻ, അതുകൊണ്ട് ആ വലിയ പ്രത്യാഘാതത്തിനെ തുടർന്നുണ്ടാകുന്ന അധപ്പതനം എന്ന് പറയുന്നത് ക്ഷാമമാകാം, വലിയ കൂട്ടമരണങ്ങളായിരിക്കും. ക്യാരിയിങ് കപ്പാസിറ്റി കടന്നും മനുഷ്യ ജനസംഖ്യ കൂടിയാൽ പിന്നെ അതിനെ കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വലിയ ക്രാഷ് അഥവാ പ്രതിസന്ധി ഉണ്ടാവും. ഇഫ് even enough genetic diversity remains, the population may recover. ആവശ്യത്തിന് ജൈവ വൈവിധ്യം ഈ ഭൂമിയിൽ നിലനിൽക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും പോപ്പുലേഷൻ റിക്കവർ ആകും. മേ ഓൾസോ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, അത് നാമാവശേഷമാവുകയും ചിലപ്പോൾ ചെയ്തേക്കാം. ഇനി നോക്കൂ, ഫസ്റ്റ് സെഞ്ചുറി ബി സിയില്ല, അതായത് ബി സി കുറഞ്ഞു വന്ന് 0-ലെത്തുകയും അത് കഴിഞ്ഞിട്ട് AD ആരംഭിക്കുകയുമാണ് ചെയ്തത്. AD ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറയാം. ബിഗിനിങ് അബൌട്ട് the first century AD, humans began to sidestep these restraints. അപ്പോൾ മനുഷ്യര് ഈ പരിമിതികളെയൊക്കെ സൈഡ് സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഓവർകം ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം. അഗ്രികൾച്ചർ ഹാഡ് ഇൻക്രീസ്ഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ദാറ്റ് കുഡ് ബി സപ്പോർട്ടഡ് ബൈ ദ എൻവയോൺമെന്റ്. പരിസ്ഥിതിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം തീർച്ചയായും വർദ്ധിപ്പിച്ചത് കൃഷിയുടെ വ്യാപനം തന്നെയാണ്. വി വർ ദ ഫസ്റ്റ് ആനിമൽസ് ടു ഇൻക്രീസ് ദ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് അവർ എക്സിസ്റ്റിംഗ് ഹാബിറ്റാറ്റ്. മനുഷ്യർ അവരാണ് ആദ്യമായിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഹാബിറ്റാറ്റിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി ആദ്യമായി ക്രോസ് ചെയ്ത് വർദ്ധിക്കുന്നത് മനുഷ്യർ മാത്രമാണ്. പോപ്പുലേഷൻ സ്ലോലി ബിഗാൻ ടു റൈസ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പോപ്പുലേഷൻ സാവധാനത്തിൽ ഉയരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഏകദേശം ഇവിടെ കാണുന്നതാണ് 170 മില്യൺ അത്രയും, അതായത് ഫസ്റ്റ് സെഞ്ചുറി AD-യിലെ കണക്കാണ്. ദർ വർ അപ്രോക്സിമേറ്റ്ലി 170 മില്യൺ പീപ്പിൾ ഓൺ എർത്ത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി. ഫസ്റ്റ് സെഞ്ചുറിയുടെ അവസാനം 170 മില്യൺ ആളുകളാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. 170 മില്യൺ ആളുകളാണ് ആ സമയത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണമാണ്. ഓക്കെ, ഇത് BC 400-ലും BC 200-ലും ഒക്കെ ഉള്ളതാണ്. ഇനി അത് by 1800s the population was over 1 billion. 1800s ആകുമ്പോൾ population 1 billion ആയി. The industrial revolution of the 19th century allowed human populations to grow exponentially. ഈ 19th സെഞ്ചുറിയിലെ വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, മനുഷ്യ ജനസംഖ്യയെ പെരുക്ക രീതിയിൽ ഗുണനപ്പട്ടികയുടെ രൂപത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ വർധനവല്ല. ദി അഡ്വാൻസ്മെന്റ് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വൈദ്യശാസ്ത്രം അതുപോലെ വ്യവസായവൽക്കരണം, അതിന്റെ പുരോഗതി, ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ ആൻഡ് മെഡിക്കൽ കെയർ, ശുചിത്വവും അതുപോലെ തന്നെ വൈദ്യ ചികിത്സാ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചു, മെച്ചപ്പെടുത്തി. ദിസ് കോസ്റ്റ് ദ ഡെത്ത് റേറ്റ്സ് ടു ഡിക്ലൈൻ. അപ്പോൾ മരണനിരക്കുകൾ ഇടിഞ്ഞു. വൈൽ ബർത്ത് റേറ്റ്സ് കണ്ടിന്യൂഡ് ടു ക്ലൈംബ് ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബർത്ത് റേറ്റുകൾ തീർച്ചയായിട്ടും ഉയരാനും തുടങ്ങി. സയൻസ് ഹാസ് കണ്ടിന്യൂഡ് ടു ഹെൽപ്പ് ഇൻക്രീസ് ദ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ പ്ലാനറ്റ്. ഈ ഭൂമിയുടെ ക്യാരിയിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ശാസ്ത്രം പിന്നെയും നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നു. ബട്ട് നോട്ട് ദ സൈസ് ഓഫ് ദ പ്ലാനറ്റ്. പക്ഷേ ഭൂമി എന്ന ഗ്രഹത്തിന്റെ വലിപ്പം കൂട്ടാൻ കഴിഞ്ഞില്ല. ഹോളോസൈൻ എക്സ്റ്റൻഷനെ കുറിച്ചാണ് അടുത്ത ഭാഗത്ത് പറയാനുള്ളത്.
പ്രഷർ ഫ്രം ദ ഹ്യൂമൻ പോപ്പുലേഷൻ ഹാസ് ഹാഡ് ഫാർ റീച്ചിങ് ഇഫക്ട്സ്. മനുഷ്യ ജനസംഖ്യയുടെ സമ്മർദ്ദം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ബയോഡൈവേഴ്സിറ്റിയിൽ.